عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ദിക്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള 3 ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്, നിങ്ങൾ ആരെങ്കിലും ദിവസേന സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറയുകയാണെങ്കിൽ ഉഫ്റത്ത് ലഹു ദുനൂബഹു വലൗ കാന മിസ്ലു സബദിൽ ബഹർ, നിങ്ങൾ കടലിലെ നുരകളോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് ചെറുപാപങ്ങൾ അത്രയേറെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കപ്പെടും. രണ്ടാമത്തെ ഹദീസ് മറ്റൊരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുകയാണെങ്കിൽ ഒരിസത്ത് ലഹു നഖ്ലതൻ ഫിൽ ജന്ന, അയാൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു മരം നട്ടുപിടിപ്പിക്കപ്പെടും. സ്വയായിട്ടുള്ള രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തെ ഹദീസ് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കലിമത്താനി ഹബീബത്താനി അൽ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായത്, അതേ സന്ദർഭത്തിൽ നാവ് കൊണ്ട് വളരെ നിസ്സാരമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്ന, തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതായിട്ടുള്ള 2 വചനങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ 3 ഹദീസുകൾ പല സന്ദർഭത്തിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പരസ്പരം ഓരോ ആളുകളും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത്രയേറെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്സാരമായിട്ടുള്ള കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ ആളുകൾ എത്ര പേരാണ്? സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരായിട്ട് നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. നമ്മൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി ദിക്ർ നിർവഹിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് തന്നെ ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഇത്രയേറെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ കർമ്മത്തിന് പറഞ്ഞിട്ടും അത് ദിനേന നിർവഹിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസുകൾ പല സന്ദർഭത്തിലും നമ്മുടെ കണ്ണിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ ഹദീസ് കണ്ടിട്ട് ഇനി മുതൽ ഞാനത് ചെയ്യാൻ, ഇനി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ദിക്റുകൾ എന്ന് തീരുമാനിക്കപ്പെട്ട ആളുകൾ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഈ 3 ഹദീസുകളെ സംബന്ധിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കുക. ആദ്യത്തെ ഹദീസിൽ കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, കടലിലെ നുരകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഭൂമിയിലുള്ള കടലിലെ നുരകൾ എത്രയാണ്? ഒരു മനുഷ്യായുസ് മുഴുവൻ എണ്ണിയാലും തീരാത്തത്ര നുരകളാണ് കടലിലുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും കടലിലെ നുരകൾ. അത്രയേറെ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, ചെറുപാപങ്ങൾ, അത് പൊറുക്കപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്ര നിസ്സാരമായിട്ട് ഈ പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. സുബ്ഹാനല്ലാഹ്, പക്ഷെ അത് നമ്മൾ അവഗണിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു തവണ, അപ്പൊ ഈ ആദ്യ 100 തവണ നിങ്ങൾ പറയുക വഴി പാപങ്ങൾ പൊറുക്കപ്പെടും. അതിനോട് കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന അടുത്ത കാര്യം, ഓരോ തവണ പറയുന്ന സന്ദർഭത്തിലും അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു സുബ്ഹാനഹു വ തആല നട്ടുപിടിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ മരം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു മരത്തെ സംബന്ധിച്ച് തന്നെ ബുഖാരി ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിലെ മരത്തിന്റെ വലുപ്പം, ഒരു മരത്തിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കപ്പെട്ടത് 100 വർഷം നിങ്ങൾ സഞ്ചരിച്ചാലും ആ മരത്തിനടിയിലായിരിക്കും. അത്രയേറെ വലിയ മരമാണ് സ്വർഗത്തിലുള്ളത്. ഇപ്പൊ ഭൂമിയിൽ പല രൂപത്തിലുള്ള മരങ്ങളുണ്ട്. ചില മരങ്ങൾ നമ്മൾ അതിന്റെ ഭംഗി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെടുക്കാൻ തോന്നാത്ത രൂപത്തിൽ അത്രയേറെ ഭംഗിയുള്ള മരങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഭൂമിയിൽ ഏറ്റവും ഭംഗിയുള്ള മരത്തിനേക്കാൾ എത്രയോ ഭംഗിയായിരിക്കും സ്വർഗത്തിലുള്ള മരം. അതിൽ യാതൊരു സംശയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്, നിങ്ങളുടെ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ഇപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള മരത്തിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു മരമാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിസ്സാരമായിട്ടുള്ള ദിക്ർ ഒരു തവണ ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ 100 തവണ ഒരു ദിവസം നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ 100 മരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ തുലാസ് ഏറ്റവും കനം തൂങ്ങുന്നതായിട്ടുള്ള 2 വചനങ്ങൾ. അപ്പൊ ഈ 3 പ്രതിഫലവും ഒരേ സന്ദർഭത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്നിട്ടും അത് ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഈ 3 ദിക്റുകൾ. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്താന്ന് വെച്ചാൽ, ഒരു സമയം അതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുക. പല സന്ദർഭത്തിലായിട്ട് ചെയ്യുന്നതിന് പകരം ദിനേന ഒരു സന്ദർഭം, ഏറ്റവും അനുയോജ്യമായത് ഒരു നിർദ്ദേശം എന്നുള്ള നിലക്ക് സുബഹി നമസ്കാരത്തിന് ശേഷം ചില ആളുകൾ അദ്കാർ രാവിലെയുള്ള
ഈ പ്രഭാതത്തിലുള്ള ദിക്റുകൾ നിർവഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷം നമസ്കാര ശേഷം നമ്മൾ നിർവഹിക്കാറുള്ള അദ്കാറുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്റുകളെല്ലാം ചൊല്ലി നമ്മൾ നമസ്കാരത്തിന്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ദിനേന ഈ ഒരു 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. വൈകുന്നേരങ്ങളിൽ കഴിയുമെങ്കിൽ നമ്മൾ വൈകുന്നേരം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇതേ രൂപത്തിൽ 100 തവണ കൂടെ ഇതേ രൂപത്തിൽ ഈ ദിക്ർ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. വൈകുന്നേരം കഴിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സുബഹി നമസ്കാരത്തിന് ശേഷമെങ്കിലും നമസ്കാര സ്ഥലത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു 100 ദിക്ർ ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ ദിനം ആരംഭിക്കേണ്ടതെന്നുള്ളതാണ്. ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം വെക്കുന്ന സന്ദർഭത്തിൽ അത് 100 അല്ലെങ്കിൽ 100-ലധികം ചെല്ലാൻ കഴിയുന്ന ആളുകൾ അതിലേറെ നിർവഹിക്കുക. ഒരു സമയം വെക്കുന്ന സന്ദർഭത്തിൽ ദിനേന അത് ഓർത്തെടുത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഒരു സമയം പ്രത്യേകമായിട്ട് പറയുന്നത്. ഇനി ഒരാൾക്ക് ളുഹർ നമസ്കാരമാണ് അനുയോജ്യമാകുന്നതെങ്കിൽ ആ ഒരു സമയം തിരഞ്ഞെടുക്കുക. കാരണം ഒരു സമയം നമ്മൾ പ്രത്യേകമായിട്ട് വെക്കുന്നത്, അപ്പോൾ നമുക്കറിയാം വെള്ളിയാഴ്ചകൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും അൽ-കഹ്ഫ് സൂറത്ത് ഓതാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓർക്കാറുണ്ട്. കാരണം വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷം ഇത് നിർവഹിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസവും ഇതേ രൂപത്തിൽ നിങ്ങൾ ഓർക്കും. പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മരണം വരെ ഈ ഒരു ദിക്ർ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. ആ ദിക്ർ കൊണ്ടായിരിക്കണം നമ്മുടെ ദിവസം ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. അത് വീഴ്ചയില്ലാതെ നമ്മൾ മരണം വരെ അത് തുടരുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് കുറച്ചാണെങ്കിലും അത് ദിനേന നിർവഹിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. വളരെ കുറച്ചാണെങ്കിലും അത് ദിനേന നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രയേറെ പ്രതിഫലമാണ് ഈ ഒരു ചെറിയ കർമ്മം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. കേൾക്കുന്ന ആളുകൾ ഇനി മുതൽ, അതായത് നാളെ മുതലുള്ള ദിവസം ഈ ഒരു ദിക്ർ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മുൻഗാമികളായിട്ടുള്ള സലഫ് സാലിഹ്ങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഒരു സംഭവം, അദ്ദേഹം ഇതേ രൂപത്തിൽ ദിവസേന സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെയുള്ള സന്ദർഭം കൃത്യമായിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്താറുണ്ടായി ദിക്റിന് വേണ്ടി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യന് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതേ രൂപത്തിൽ എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ നൽകുന്ന പ്രഭാത ഭക്ഷണം ഫുതൂറാണ് ഈ അദ്കാറുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം വളരെ ക്ഷീണം അനുഭവപ്പെടും. അതേ രൂപത്തിൽ നമ്മുടെ ആത്മാവിന് നമ്മൾ നൽകുന്ന നമ്മുടെ പ്രഭാത ഭക്ഷണമാണ് ഈ അദ്കാറുകൾ. അത് നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആ ദിനം ആരംഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ദിവസത്തിൽ എല്ലാ രൂപത്തിലുള്ള ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അതോടൊപ്പം ഈ മഹത്തായ പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കാൻ വളരെ നിസ്സാരമായിട്ട്, യാതൊരു പ്രയാസവും ഇല്ലാതെ വളരെ നിസ്സാരമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ഈ ദിക്റുകൾ ഒഴിവ് സന്ദർഭത്തിലെല്ലാം, വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിലെല്ലാം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്തുകൾ ജീവിതത്തിലുടനീളം നിലനിർത്താനും അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു